ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഈ കൊലകളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അത് മെൻഷൻ ചെയ്താൽ സ്പോയിലർ ആകുമെന്ന് കരുതിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല. ചിലത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കഥയിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും പ്രൊമോഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ തന്നെയാണ്. ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന സബ്ജക്റ്റ് സംസാരിക്കല്ല, ഇതൊരു ക്രൈമാണ്, അതിൻ്റെ ബേസിലുള്ള സ്റ്റോറിയാണെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അല്ല, ഇതിപ്പം താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇതിനെ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ആ കാലഘട്ടത്തിലുമുണ്ട്, അത് അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് മാറാതെ നിൽക്കുന്നു എന്നുള്ളത് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഇത് കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ശരിക്കും ഞങ്ങളത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതിനേക്കാൾ അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതും നമ്മളുടെ പ്രോഡക്റ്റ് വർക്കായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചോദ്യം. അതുകൊണ്ട് അത് കാണുന്ന ആളുകളുടെ മനസ്സിൽ ആ ഒരു പെയിനുമായിട്ട് ഇതൊക്കെ അന്നും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, നാളെയും ഉണ്ടാവുമല്ലോ എന്ന ആശങ്കയോടുകൂടി നിൽക്കുന്നതാണ് അതിനകത്ത് പറയാതെ പറയുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് കിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ജിനിച്ചേട്ടാ, കണ്ടിറങ്ങിയ പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞ ഒരു കമന്റ് എന്താ പറയുക, കണ്ണൂർ സ്കോഡ് ശേഷം നല്ലൊരു സ്കോഡ് അല്ലെങ്കിൽ നല്ലൊരു പോലീസ് സിനിമ കണ്ടിറങ്ങി എന്ന് ഫീലാണ്. ഇത് പടം എൻഡ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഇതിലാണ്. കാരണം ഇനിയും ഒരു നല്ലൊരു കേസിന് വേണ്ടി ആ ഒരു സ്കോഡ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു രണ്ടാം ഭാഗം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ? ടോവിനോ ചേട്ടന് മുമ്പ് പറഞ്ഞു, പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു പ്ലാനും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരാണ് പറഞ്ഞത് രണ്ടാം ഭാഗം. ഞാനിത് വെറുവാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞേ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ആ സസ്പെൻസ് വേണ്ട. നമ്മൾ ഇന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാവും. അത് എല്ലാരും ചെയ്യേണ്ടത്. ഡയറക്ടറാണ് സാറിന്റെ ആദ്യത്തെ സിനിമയാണ്. ഇതുവരെയും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ. ഇവൻ അങ്ങനെ പറഞ്ഞു, അസിസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇറക്കി വിടുവാ. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പം ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയ ക്രൂവിന്റെ കൂടെ ഇതുപോലെ ഒരു സ്റ്റോറി ആയിട്ട് വരാനായിട്ടുള്ള ഒരു ധൈര്യം എവിടുന്നാണ്? എത്ര പടം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? 4 പടം അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അതില് ജോണിയാൻഡി സാറിന്റെ കൂട്ടത്തില് പയ്യ പയ്യ എന്ന് പറഞ്ഞൊരു മൂവി, പിന്നെ ജിൻ സാറിന്റെ കൂട്ടത്തിന് ആദം ജവാൻ എന്ന് പറയുന്ന മൂവി, പിന്നെ ഹാപ്പി സർദാർ, പച്ച, അങ്ങനെ 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടില്ലാന്ന്. ഇത് ജോലി എനിക്ക് മനസ്സിലായി. ഈ സിനിമ ചെയ്യാൻ സബ്ജക്ട് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കേട്ടപ്പം ഒരു 80s 90s ഒരു സിനിമ, അപ്പൊ ഒരു ഡയറക്ടർ സബ്ജക്ട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ. ഒരു നല്ല സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് വന്നത്. അതായിരുന്നു ഈ സിനിമയിലുണ്ടായിരുന്ന നമ്മുടെ ഇൻട്രസ്റ്റ്. ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിന്റെ പകുതിയാകുമ്പോഴേക്കും ഒരു മെയിൻ കേസ് വരും, പിന്നെ ഫുള്ള് ആ ഒരു കേസാണ്. ആ കേസ് വരുമ്പോൾ ആ പോലീസ് കഥാപാത്രം മുൻപ് കുറെ തെളിയിച്ചിട്ടുണ്ട്, ഭയങ്കര കേസുകൾ. അത് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഈ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമേ പറയുന്നില്ല. പക്ഷെ ഈ ക്യാരക്ടറിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തൊട്ട്, ആ ഒരു പോലീസുകാരനെ സല്യൂട്ട് കാണിക്കുമ്പോൾ തൊട്ട് ഈ ഒരു ക്യാരക്ടർ, ആ ഒരു പോലീസ് ക്യാരക്ടർ ടോവിഡ് ഇതിനകത്ത് പോർട്രേ ചെയ്യുന്നുണ്ട്. സോ എന്തായിരുന്നു ഈ സ്റ്റോറിയിലേക്ക് സ്റ്റോറി പറഞ്ഞപ്പോ എന്തായിരുന്നു ടോവിഡ് ഒരു മറ്റേതുപോലെയല്ലോടാ കൊറേ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവന്റെ പൈസ എത്ര എനിക്ക് മനസ്സിലായില്ലോ ചോദിച്ചത് കൊറേ. ഇതിപ്പോ ഞാനെന്ത് ഉത്തരം പറയുന്നത് മനസ്സിലായില്ലല്ലോ. അതൊന്നും അല്ല, ശരിക്കും എന്താ ചോദിക്കണ അത് മാത്രം ചോദിക്കാമോ? കണ്ടിട്ടുള്ള സിനിമകളിൽ ഒരു പോലീസ് ക്യാരക്ടറാണ് മെയിനിൽ, അയാളെ പറ്റി ഒരുപാട് ബിൽഡപ്പ് ഉണ്ടാവും. പിന്നെ ഒരു കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ കേസ് ഇയാൾ പണ്ട് അതായിരുന്നു എന്നുള്ളൊരു കുറെ ആൾക്കാരെ പറഞ്ഞു. ഈ സിനിമകളിൽ ടോവിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. സോ ഈ ക്യാരക്ടർ ഏറ്റെടുത്തപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കര സമാധാനമായിരുന്നു ഒന്നാമത്തെ കാര്യം. അല്ല, അത് തീർച്ചയായിട്ടും അട്രാക്ഷൻ ആയിരുന്നു. ഈ സിനിമയില് അങ്ങനെ
മാസ് എലിവേഷൻ ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഇതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് എലിവേഷൻ കൊടുക്കുക. ഇപ്പൊ നായക കഥാപാത്രം എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങൾ കുറെ ഉണ്ട് ഈ സിനിമയിൽ. അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് എലിവേഷൻ കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഈ കേസ് സോൾവ് ആയി വരുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഏകദേശമൊക്കെ ഈ സിനിമയിലൂടെ ആൾക്കാർക്ക് ഈ 2 കേസുകളുടെ വഴി കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ശരിക്കും പോലീസിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ള പോലെ. അപ്പോ ആ ഒരു ഏരിയ, അതിലെ ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ബാക്കി ഇതിനകത്തുള്ള എന്റെ കഥാപാത്രം ഉൾപ്പെടെയുള്ള മറ്റു കഥാപാത്രങ്ങളാണെങ്കിൽ ഈ കേസിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ കേസാണ് ഇതിലെ നായകൻ, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണോ, ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്താണോ, അതാണ് ഇതിലെ നായകൻ. ബാക്കി നമ്മളെല്ലാവരും ഇതിലെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പൊ അതിൽ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് വേറെ എവിടെയും പോകണ്ട എന്നുള്ള ആലോചന ആദ്യമേ ഉണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നതാണ്. പിന്നെ എല്ലാവരെയും ഇത് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കേസ് നടക്കുന്ന സമയത്ത് അതൊക്കെ ഞങ്ങളുടെ എങ്ങനെ ഇമോഷണലി ഞങ്ങൾക്ക് അതിലൂടെ ഒരു ജേർണീസ് ഉണ്ടാവും, ഞങ്ങൾ എങ്ങനെയാണ് അത് ഇമോഷണലി ബാധിക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ആണ് എല്ലാം, അല്ലാതെ ഈ നായകൻ നായിക അങ്ങനെയുള്ള ഒരു രീതിയിലല്ല സമീപിച്ചിരിക്കുന്നത്. കാര്യം കഥയാണ് ഇതിലെ നായകൻ. ഇതിനകത്തുള്ള ഈ പ്രധാനപ്പെട്ട ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ 90s ഒക്കെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മൊബൈൽ ടവറുകൾ, ടാക്സി കാറുകൾ, അങ്ങനെയൊക്കെ. അപ്പോൾ 2 സിനിമകൾ അങ്ങനെ വന്നു. അപ്പൊ കടുവയിലും വന്നു, ഇതിലും വന്നു. അപ്പൊ ജിൻചേട്ടൻ്റെ ഒരു കംഫർട്ട് സോണായിട്ട് അത് മാറുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ട്. ഇനി ആവർത്തിക്കില്ല. അല്ല, അതിന്റെ ഒരു അതെ കടുവയുടെ സെറ്റ് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ. ഓടാതെ എളുപ്പമാവുന്ന എന്തൊരു ചോദ്യം. ഇത് രണ്ടും എന്താ പറയാ, 2 തരം ഇഷ്ടങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ സിനിമകളാണ്. ഒന്ന് ആ കാലഘട്ടത്തിലുള്ള, ഇപ്പം പണ്ട് കെ ജി ജോർജ് സാറൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ അതുപോലെ ആ കാലഘട്ടത്തിലുള്ള ഒരു മാസ് സിനിമ, എല്ലാവിധ ടെംപ്ലേറ്റുകളുമുള്ള ഒരു പടം ചെയ്യണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ആ 2 ആഗ്രഹങ്ങളുടെ പുറത്താണ് ഈ 2 സിനിമകളും ചെയ്തത്. ഇനി ആ കാലഘട്ടത്തിലേക്ക് പോവില്ല. എന്നെ തലയിട്ട് അഭിനയിപ്പിക്കാനുള്ള പരിപാടിയാണ്. റിട്ടയർമെന്റ് തൊട്ട് മുമ്പ് നിൽക്കുന്ന ഈ സാദിഖയുടെ ജിനിച്ചേട്ടനായിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സാദിഖയുടെ ഒരു പെർഫോമൻസ് കണ്ടത് ബോംബെ മാർച്ച് ബന്ദ് എന്നുള്ള സിനിമയിലാണ് അതിശയിപ്പിച്ചത്. അദ്ദേഹം നടനുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു. അതിനുശേഷം നമ്മളെ വിസ്മയിപ്പിച്ചത് ഈ സിനിമയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഈ ക്യാരക്ടർ വേണമെന്നൊരു തെരഞ്ഞെടുപ്പ്? അത് സാദിഖയും പറയണം, എങ്ങനെ അതിനോട് ഒരു പ്രതികരണം എന്തായിരുന്നു അല്ലെ അത് കേട്ടപ്പോൾ ഉള്ള? ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വരുന്ന 2010 സമയത്താണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ എറണാകുളത്തേക്കൊക്കെ എത്തുന്നത്. ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് സാദിഖേട്ടൻ. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ആളാണ് സാദിഖേട്ടൻ്റെ കാലിബർ. എനിക്കിപ്പം ബോംബെ മാർച്ച് ഒടുവിലാണെങ്കിലും അങ്ങനെ ചുരുക്കം ചില സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാദിഖേട്ടനിലേക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഡൗട്ട് പോകില്ല. ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ സാധിക്കുണ്ടാവും എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്തോടെ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കാൻ അത് എളുപ്പവുമാണ്. പിന്നെ ഞങ്ങളുടെ സൗഹൃദം, എനിക്ക് സാധിക്കേണ്ട വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള, എൻ്റെ സുഹൃത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് അദ്ദേഹം അറിയിച്ചിരുന്നൊരു കാര്യം എന്താണെന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ആൻസറും കൂടാണ്. സാധിക്കേണ്ട ഒരു മികച്ച ആക്ടറാണ്. എനിക്ക് പല സിനിമകളിലും ബോംബെ മാർച്ച് മാത്രമല്ല, സുഗീതിൻ്റെ ശിക്കാരി ശംഭു എന്ന് പറഞ്ഞ സിനിമയിലെ സാധിക്കേണ്ട ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് സാധിക്കേണ്ട ആപ്റ്റായിരുന്നു ആ ക്യാരക്ടർ. എന്തായാലും ബോംബെ മാർച്ച് 12 പോർത്തതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതും വളരെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു. പോലീസല്ല, പക്ഷെ നല്ല ഒരു ക്യാരക്ടർ, എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ വിക്രമാദിത്യൻ, പിന്നെ അറബിക്കഥ, ശിക്കാരി ശാമ്പ്, അങ്ങനെ ഒത്തിരി പടങ്ങൾ. ഇത് എന്തുകൊണ്ട് ഇത് ഞാൻ തന്നെ ചെയ്യാമെന്ന് ഞാൻ ജിനുവിനോട് പറഞ്ഞ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ആ ജോണറിൽ ഒരുപാട് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും പക്ഷെ ഇതിനൊരു ഔട്ട്സ്റ്റാൻഡിങ് സംഭവം ഉണ്ട് എന്ന് മനസ്സിൽ ഉറച്ചത് കൊണ്ടാണ് ഇതന്നെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലെത്തിയത്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.